ഞാനിന്ന് കടയിൽ പോയപ്പോൾ കുറച്ച് 2-3 ഐറ്റംസ് വാങ്ങിച്ചത്. അതായത് ഈ നിക്സ് ഒരു ലിപ്പ് ലൈനറും അതുപോലെ തന്നെ നിക്സിൻ്റെ ഫാറ്റ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ് ഗ്ലോസും അതുപോലെ ഈ ഗാർണിയറിൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റ് സ്പ്രേയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറാണ്. ഇത് സ്ലീക്ക് ആൻഡ് സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള സിറം. ഇതായത് നമ്മൾ മുടി അയണൊക്കെ ചെയ്യുമ്പോൾ ഇത് ഒരു 230°C വരെ ഇത് ഓക്കെയാണെന്ന്. ഇത് നമ്മൾ ഈ സിറം നമ്മൾ തലയിൽ തേച്ചിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആണെന്നാണ് പറയുന്നത്. അത് നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര ട്രൈ ചെയ്യണമെന്ന് അത്ര ഇതായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഐറ്റമാണ്. ഈ നിക്സിൻ്റെ ഈ ഒരു ഐറ്റം, ഈ ഒരു ലിപ്പ് ലൈനർ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയാൻ നോവൈൻ എന്നാണ് ഷെയ്ഡ്. നോവൈൻ അടിപൊളി സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇത് ഏകദേശം ഇതിനൊരു €9, അതായത് ഒരു 9 സംതിങ് യൂറോൻ്റെ അടുത്തായിട്ട് ഏകദേശം ഒരു 800-850 രൂപയുടെ ഈ ഒരു ലിപ്പ് ലൈനറുണ്ട്. പക്ഷേ ഇതൊരു മസ്റ്റ് ഹാവ് ആണ്. കാരണം അത്രയും ഇതൊരു എന്തായാലും മസ്റ്റായിട്ട് വേണ്ട ഒരു ലിപ്പ് ലൈനറാണ്. നല്ല ലിപ്പ് കോംബോ ഈ ഒരു ലൈനർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ലിപ്പ് ഓയിൽ തപ്പി നടക്കായിരുന്നു. അപ്പോൾ ഞാനിന്ന് പോയപ്പോൾ അത് ഏകദേശം ഇതിനൊരു €10 വരും. പക്ഷേ എനിക്കിത് ഇന്ന് ഓഫറിൽ €7 കിട്ടി. ഇത് ഞാൻ ഈ ഷെയ്ഡ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഈ ലിപ്പ് ലൈനർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാനാണ്. അപ്പോൾ ഈ ഷെയ്ഡിൽ ഒരു ഗ്ലോസ് ഉണ്ട്, ഇതിൽ ഗ്ലിറ്റർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷെയ്ഡ് വാങ്ങിയത്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് സെഫോറയിൽ ഞാൻ അന്ന് വാങ്ങിച്ച ഈ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ക്രീം ലിപ്പ്, ഇതിൻ്റെ ഷെയ്ഡ് 41. ക്രീം ലിപ്സ്റ്റേ എന്ന് പറഞ്ഞ ഷെയ്ഡിൻ്റെ 41 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇത് നോവൈൻ. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല അടിപൊളി സാധനമായിട്ട്. ഇതിനെക്കുറിച്ച് പറയാനായിട്ട് വാക്കില്ല. വേണമെങ്കിൽ ഇത് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ അത്രയും സൂപ്പർ. ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ആദ്യം ഇതൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ സംഭവം വരുന്നത്. അടിപൊളി സാധനമാണ്. നമുക്കിത് ഷാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെത്താം. ഞാനിതൊന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ. ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സെഫോറയുടെ ഷെയ്ഡ് 41, ഇത് ക്രീം ലിപ്സ്റ്റിക് ഞാൻ അന്ന് വാങ്ങിച്ചത്. ഈ സെഫോറയുടെ ഈ ലിപ്സ്റ്റിക്കായിട്ട് നമുക്ക് ഇട്ട് നോക്കാം. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നല്ല അടിപൊളി ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായി ചേരുന്നതെന്നാണ് തോന്നുന്നത്. എൻ്റെ സ്കിൻ ടോണിനും എൻ്റെ ഫേസിനും എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഇട്ടിട്ട് പോകണമെങ്കിൽ ഇടാം. പക്ഷേ ഇത് ഓക്കെയാണ്. പക്ഷേ എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ലിപ്പ് ഓയിലോ എന്തെങ്കിലും ഒന്ന് തേച്ചില്ലെങ്കിൽ, ഇതിങ്ങനെയുള്ള ഷെയ്ഡ് ബെസ്റ്റാണ്. പക്ഷേ ലിപ്പ് ഓയിലോ എന്തെങ്കിലും തേച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ നിക്സിൻ്റെ തന്നെ ഇവരുടെ തന്നെ ഈ ഫാറ്റ് ലിപ്പ് ഓയിൽ എന്ന് പറഞ്ഞ ഈ ഐറ്റം, ഇത് ലിപ്പ് ട്രിപ്പ് എന്നാണ് ഇവരുടെ ഇത് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് സൂപ്പർ മോഡൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് ടോണിൽ വരുന്നതാണ്. ഒരു ലിപ്പ് ഗ്ലോസ്, ഗ്ലിറ്ററുള്ള ലിപ്പ് ഗ്ലോസ്. എനിക്കത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഇട്ടോക്കാം. വാരി വലിച്ചിടണ്ട, ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കളറും നിൽക്കും, ഇങ്ങനെ ഒരു ഗ്ലോസി ആയിട്ടുള്ള ലിപ്സായിട്ട് ഇരിക്കും. കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്ത ലിപ്പ് ഓയിലാണല്ലോ.
അപ്പം ഞാൻ ഇന്നലെ വർക്കിന് പോയപ്പോൾ ആ ഷെയ്ഡ് ഇട്ടതാണ് കേട്ടോ. ഇത് ആ ഒരു നിക്സിൻ്റെ ലിപ്പ് ലൈനറും അതുപോലെ തന്നെ സെഫോറയുടെ ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ടതാണ്. ലിപ്പ് ഓയിൽ ഇട്ടിട്ടില്ല. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ടു ഫെയർ സ്കിന്നൊക്കെ നന്നായി ചേരുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.